ഹലോ, കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1/2 കപ്പ് അളവിൽ സേമിയ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു കുഞ്ഞു കുട്ടിക്കൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള അളവിനുള്ളതാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. നമ്മുടെ സേമിയ ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ട് വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു ഗോൾഡൻ കളർ വന്നാൽ മതിയാകും. ഇതിപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും 1/2 ടീസ്പൂൺ അളവിൽ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഒരു ചെറിയ സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാകുമ്പം അധികം എരിവൊന്നും ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഒരു ചെറിയ മുളക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി സവോളയൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്യാരറ്റും കുറച്ച് പയർ ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നമ്മുടെ വെജിറ്റബിൾ ആകുമ്പോൾ ഒരുപാടങ്ങ് കുക്കായില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് സേമിയയ്ക്കാണ് കേട്ടോ 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സേമിയ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സേമിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാനിത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ.